സിവിൽ സർവീസിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി NGO അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന നവജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സിവിൽ സ്റ്റേഷനിൽ സ്വീകരണം ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ ജാഥ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി AP സുനിൽ വൈസ് ക്യാപ്റ്റനായും ട്രഷറർ VP ബോബിൻ മാനേജരായും പ്രയാണം ആരംഭിച്ച യാത്രയ്ക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കി സന്നിഹിതരാക്കിക്കൊണ്ട് അവരുടെ പേക്കൂത്ത് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സന്ദേശങ്ങൾ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എത്തിച്ച ഒരു പ്രഹസനമായിരുന്നു നവകേരള സദസ്സ്. ആ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഉദ്യോഗസ്ഥർ മാത്രമല്ല, ആശാവർക്കർമാരുണ്ടായിരുന്നു, അംഗനവാടി ജീവനക്കാരുണ്ടായിരുന്നു. ഇവരെ മുഴുവനും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. അതുമുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, ഉദ്യോഗസ്ഥരെ ഇടതുപക്ഷത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാനായിട്ടുള്ള അക്ഷീണ പരിശ്രമവും അല്ല എന്നുണ്ടെങ്കിൽ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനവുമാണ് സംസ്ഥാന സർക്കാർ ഈ കാലയളവിലുള്ള നടത്തി പോന്നിരിക്കുന്നത്. ദേശാഭിമാനി പത്രം പറയുന്നു 3,02,002 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. ഇത് പറയുമ്പോഴും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ 1ാം റാങ്ക് നേടി PSCയിൽ 1ാം റാങ്ക് നേടിയ മിടുക്കിയായ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറയുന്നത്, ഇതുവരെയും എനിക്ക് നിയമനം നടത്തിയിട്ടില്ല എന്നുള്ളത്, കുടുംബത്തിന് പട്ടിണിയാണ് എന്നുള്ളത്. ജീവിതം ഒരു പരീക്ഷായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് മാതാപിതാക്കളെ പഠിപ്പിച്ച് അവർ അത്രയധികം കഷ്ടപ്പെട്ട് PSCയിൽ റാങ്കുകൾ വാരിക്കൂട്ടിയിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അവരെല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്, ഞങ്ങള് റാങ്ക് ലിസ്റ്റിലുണ്ട്, ഉടനെ സർക്കാർ ഉദ്യോഗം ലഭിക്കുമെന്ന്. എത്രയധികം സ്വപ്നങ്ങളാണ് ഇവർ കണ്ടിട്ടുള്ളത്. അവരുടെ മാതാപിതാക്കളുടെ ഒരു പരീക്ഷായുസ് മുഴുവൻ അവരിലേക്ക് വെച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇവിടെയൊക്കെ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുവെന്ന് മറ്റൊരു തരത്തിലുള്ള പേക്കൂത്തുകളാണ് നടത്തുന്നത്. കൃത്യതയില്ലാത്ത നിയമനങ്ങൾ. ജില്ലാ പ്രസിഡന്റ് MA എബി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകൾക്ക് വേണ്ടി ബ്രാഞ്ച് ഭാരവാഹികൾ ഹാരാർപ്പണം നടത്തി. ജില്ലാ സെക്രട്ടറി ബേസിൽ ജോസഫ്, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ, KGOU അംഗം അരുൺ K നായർ, സംസ്ഥാന ഭാരവാഹികളായ GS ഉമാശങ്കർ, VL രാകേഷ് കമൽ, PS വിനോദ് കുമാർ, TV ജോമോൻ, C ഷാജി, KP ജാഫർ, MO ഡെയ്സൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സിനു P ലാസർ, ജിജോ പോൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേസിൽ വർഗീസ്, AY എൽദോ, ജില്ലാ ഭാരവാഹികളായ മുരളി കണ്ണശം പറമ്പിൽ, H വിനീത്, VN സജീവൻ, അബിൻസ് കരീം, ജോമി ജോർജ്, കാവ്യ S പേനോൻ, KI എബ്രഹാം, ബിനു KU തുടങ്ങിയവർ പങ്കെടുത്തു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.